എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക വൃദ്ധദിനം. ഈ അന്താരാഷ്ട്ര വൃദ്ധദിനത്തിൽ, വയോജന ദിനത്തിൽ എല്ലാവർക്കും വയോജന ദിനാശംസകൾ നേരുന്നു. ഈ ഒരു ആശംസ നേരലുകൊണ്ട് വൃദ്ധരുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാകും എന്ന് എനിക്ക് വിശ്വാസമില്ല. ഇന്നത്തെ ദിവസം പല സർക്കാരുകളുടെയും പല പല സംഘടനകളുടെയും നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും ജനങ്ങളെ ആദരിക്കുകയും അവരെ പൊന്നാടിയണിയിക്കുകയും പോലുള്ള പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും വാർദ്ധക്യത്തിലെ ദുരിതങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സമ്പത്തുള്ളവരെ സംബന്ധിച്ച് ഇത് വളരെ ആർഭാടപൂർവ്വം അങ്ങനെ അങ്ങ് പോകുന്ന ഒരു സംവിധാനമുണ്ട് സന്തോഷപരമായിട്ട്. പക്ഷേ വാർദ്ധക്യം ഒരു അനിവാര്യതയാണ്. സമ്പത്തുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒരുപോലെ അനുഭവിക്കേണ്ടതാണ് ജീവിച്ചിരുന്നാൽ. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഘടനക്കാർ പറയുന്ന ഒരു ആശയം എത്ര മഹത്തരമാണ്, എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർ പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരനും ചുരുങ്ങിയത് 10,000 രൂപയെങ്കിലും കൊടുക്കണം. ഇല്ലെങ്കിൽ അതെല്ലാവർക്കും, പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളതെങ്കിൽ അതെല്ലാവർക്കും എത്രയാണോ അതൊന്നിച്ച് കിട്ടും, ഒരുപോലെ കിട്ടണം എന്നാണ് അതിൻ്റെ ഒരു അവകാശം. അത് സത്യമല്ലേ, നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ അത്. കാരണം ഇപ്പോൾ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ സന്തോഷമായിട്ടും ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വളരെ ദുഃഖത്തിലും ദുരിതത്തിലും ജീവിക്കുന്നുണ്ട്. പല ആളുകളും അനാഥ മന്ദിരങ്ങളിലേക്കോ അഗതി മന്ദിരങ്ങളിലേക്കോ തള്ളപ്പെടുന്നുണ്ട്. കാരണം അവരുടെ വീട്ടുകാർക്ക് നിർവാഹമില്ല. പക്ഷെ ആ സമയത്താണ് ഈ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു 10,000 രൂപ വെച്ചൊരു മാസം കിട്ടിയാൽ ആ കുടുംബം, ഇല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന അവർ അത്രയും കാലം അവർ പോറ്റി വളർത്തി കൊണ്ടുവന്ന ഒരു കുടുംബമാണ്. പക്ഷെ ഇപ്പോൾ ഇവരെ വളർത്താൻ ഇല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത പരുവത്തിലായിരിക്കും ഇപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ. അപ്പൊ അവർക്ക് എത്ര ആശ്വാസമാകും എന്ന് ചിന്തിക്കുന്നത്. ഈ ഒരു ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി, ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുന്നതിന് വേണ്ടി ഈ മാസം, ഈ 2024 ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു അതിജീവന ആശയപ്രചരണ യാത്ര എന്നൊരു യാത്ര ഇപ്പോൾ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ യാത്ര കടന്നു വരുന്ന എല്ലാ ജില്ലകളിലും മറ്റെല്ലാ പോയിന്റുകളിലും കഴിയുന്നത്ര ആളുകൾ അതൊന്ന് കേൾക്കാനും എങ്ങനെ ഇത് നടപ്പാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇത് നടപ്പാക്കിയാൽ സമൂഹത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് ചിന്തിക്കാനായിട്ട് ഈ യാത്രയെ പ്രോത്സാഹിപ്പിക്കുകയും ഇത് കടന്നു വരുന്ന സ്ഥലങ്ങളിൽ അത് ശ്രവിക്കുകയും ചെയ്യുക. അതുപോലെ അത് ഈ 16-ാം തീയതി പുത്തരിക്കണ്ടം മൈതാനത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന അതിൻ്റെ സമാപന സമ്മേളനത്തിലും എല്ലാവരും പങ്കെടുക്കാനും ഈ ഒരു ആശയത്തെ വിജയിപ്പിക്കാനും ഈ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സന്തോഷമായിട്ടും സുഖമായിട്ടും സമൂഹത്തിൽ ഒരേപോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതിനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അല്ലാതെ വെറുതെ പൊള്ളയായ ഈ ഒരു വൃദ്ധദിനാശംസകൾ കൊണ്ടോ പൊന്നാടി അണിയിക്കലുകൾ കൊണ്ടോ ഈ വാർദ്ധക്യത്തിന്, ഇല്ലെങ്കിൽ ഈ വാർദ്ധക്യത്തിലെ ദുരിതത്തിന് ഒരിക്കലും ഒരു പരിഹാരമാകില്ല. സമ്പത്ത് അത് വേണ്ടത് തന്നെയാണ്. അത് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് പ്രായമാകുമ്പോഴത്തേക്കും സമ്പത്തില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ, ഇല്ലെങ്കിൽ അനാഥ മന്ദിരത്തിലേക്ക് പോകേണ്ട അവസ്ഥ മാറും. നമ്മുടെ ഗവൺമെന്റുകളിൽ നമ്മുടെ ഈ പെൻഷൻ സമ്പ്രദായം മാറ്റിയിട്ട് ഇപ്പോൾ ഈ 1,600 1,300 കൊടുക്കുന്നുണ്ടെങ്കിൽ അതല്ലാതെ ലക്ഷങ്ങളും അതിന് മുകളിലും പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ആ പെൻഷൻ ഏകീകരിച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ ഈ പൊള്ളയായ ആശംസ വചനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ഹൃദയത്തിൽ തട്ടുന്ന വൃദ്ധജന സ്നേഹം നമ്മൾക്ക് ഓരോരുത്തർക്കും കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ഇന്നത്തെ ദിവസമെങ്കിലും വൃദ്ധരോടൊപ്പം ആയിരിക്കാം. എല്ലാവിധ വൃദ്ധദിനാശംസകളും എല്ലാവർക്കും, ഇപ്പോൾ ഉള്ള വൃദ്ധന്മാർക്കും ഇനി വൃദ്ധന്മാരാകാൻ പോകുന്നവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.